ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കളങ്കം നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സകല മേഖലകളിലും കാപട്യവും കളങ്കവും നിറഞ്ഞു നിൽക്കുന്നു. സ്നേഹത്തിൽ പോലും ബന്ധങ്ങളിൽ പോലും പലപ്പോഴും ആത്മാർത്ഥത ചോർന്നു പോകുകയും ഭൗതിക താൽപര്യങ്ങളുടെ പേരിൽ മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന ഏറെക്കുറെ ഒരു കപട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ
കളങ്കമില്ലാത്ത ഒരു ബന്ധവും സ്നേഹവും എന്ന് പറയാവുന്നത് മാതാക്കൾക്ക് മക്കളോടുള്ള ബന്ധത്തിലാണ്. ഏറെക്കുറെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നൊരു ബന്ധം അത് മാത്രമേ ഉള്ളൂ എന്ന് പറയാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളക്കണക്കിന് ഹദീസുകളിൽ മാതൃത്വത്തോട് കാണിക്കേണ്ടുന്ന, മാതാവിനോട് കാണിക്കേണ്ടുന്ന ബന്ധത്തെ സംബന്ധിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കർശനമായ നിയമങ്ങളെ സംബന്ധിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാതാവിന് മക്കളോടുള്ള സ്നേഹം അത് ഒരു മാപ്പിനിക്കും അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. പ്രമാണങ്ങൾ തന്നെ വളരെ വ്യക്തമായി കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വാടക അമ്മമാരെ കിട്ടുന്ന ലോകമാണിത്. വേറൊരാളുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഗർഭപാത്രം, ഒരു കുഞ്ഞിനെ, മറ്റൊരാളുടെ കുഞ്ഞിനെ ഗർഭം ചുമന്ന് പ്രസവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശാരീരികമായ ബന്ധമില്ലാതെ തന്നെ ആ വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വളരെ നേരത്തെ ലോകത്തുണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ വാടക അമ്മമാർ അവർ ജന്മം നൽകുന്ന ഈ കുഞ്ഞിനെ ഒരിക്കൽ പോലും കാണുകയോ തലോടുകയോ ചെയ്യാനുള്ള അവസരം പോലും അവർക്ക് ലഭിക്കുന്നില്ല. പക്ഷേ എങ്കിലും അത് ഇസ്ലാമികമായ ഒട്ടും ശരിയല്ലാത്ത നിഷിദ്ധമായ കാര്യമാണ്. അത് വേറെ വിഷയം. പക്ഷേ ഈ ഒരു വാടക അമ്മക്ക് പോലും കുഞ്ഞിനോട് അതിരറ്റ സ്നേഹമുണ്ടാകും. അങ്ങനെ ഒരമ്മ അവളുടെ അനുഭവം പറയുന്നത്, 3 മാസക്കാലം എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. എല്ലാ വർഷവും ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുന്നു. ഇതെല്ലാം അർത്ഥമാക്കുന്നത് ആ കുഞ്ഞിനോടുള്ള അവരുടെ സ്നേഹമാണ്. അവൾക്കറിയാം ഇതെന്റേതല്ല, എനിക്ക് കിട്ടില്ല എന്ന്. അതുപോലും, ആ സ്നേഹം പോലും അളന്ന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ മാതാക്കൾക്ക് നമ്മളുണ്ടാകുന്ന സ്നേഹത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുക സാധ്യമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സംബന്ധമായി പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് 2 സ്ത്രീകൾ, അവർക്ക് 2 പേർക്കും മക്കളുണ്ട്. ഒരു കുട്ടിയെ ചെന്നായി പിടിച്ചു കൊണ്ടുപോയി. വളരെ പ്രബലമായ ഇമാം ബുഖാരി മുസ്ലിമുമൊക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. ഒരു കുട്ടിയെ ചെന്നായി പിടിച്ചു കൊണ്ടുപോയി. ശേഷിക്കുന്ന കുട്ടിയുടെ മാതാവ് ആരാണ് എന്ന് അവർ തമ്മിൽ തർക്കത്തിലായി. ഒരു പെണ്ണ് പറയും ഇതെന്റെ കുട്ടിയാണ്, നിന്റെ കുട്ടിയെയാണ് ചെന്നായി കൊണ്ടുപോയത്, അല്ല നിന്റേതാണ് എന്നവർ പരസ്പരം തർക്കത്തിലായി. പരിഹാരത്തിന് വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സന്നിധിയിൽ അവർ വന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങളൊരു കത്തി കൊണ്ടുവന്നു തരും, ഇതിനെ 2 കുട്ടിനെ 2ആയി പിളർത്തിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വീതം നൽകാം എന്ന് പറഞ്ഞപ്പോ അതിലൊരു സ്ത്രീ പറഞ്ഞു, എന്റേതല്ല, അവളുടേതാണ് കുട്ടി, അവൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സമയത്ത് എന്റേതല്ല എന്ന് പറഞ്ഞ ആ സ്ത്രീക്കാണ് ഈ കുട്ടിയെ കൊടുത്തത്. ഇത് യഥാർത്ഥത്തിൽ നിന്റെ കുട്ടിയാണ്. കാരണം സാഹചര്യ തെളിവുകളിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി ഈ കുട്ടിയെ ഇങ്ങനെ ചെയ്യാൻ അത് അങ്ങനെ നടപ്പാക്കാനുള്ള ഒരു ആലോചനയൊന്നുമല്ല. അവരുടെ
കൂട്ടത്തിൽ ആരാണ് യഥാർത്ഥ മാതാവെന്ന് കണ്ടെത്താനുള്ള ഒരു ഹിക്മത്ത് പ്രയോഗിച്ചതാണ്. അപ്പൊ ഇത് സാക്ഷാൽ മാതാവിനാണ്. എന്റെ കൂടെ എന്റെ കുട്ടി ഇല്ലെങ്കിലും, ദൂരെ എവിടെയാണെങ്കിലും, കണ്ണെത്താ ദൂരത്താണെങ്കിലും ആ കുട്ടി ഈ ലോകത്ത് ജീവിച്ചിരിക്കുമല്ലോ, കുട്ടിയുടെ ജീവൻ അപായപ്പെടില്ലല്ലോ എന്ന ചിന്തയാണ് ഇതെന്റെതല്ലെന്ന് പറയാൻ ആ മാതാവിനെ പ്രേരിപ്പിച്ചു. ഇത് മാതാവിന് കുഞ്ഞിനോടുള്ള സ്നേഹത്തിന്റെ ആഴം പഠിപ്പിക്കുന്ന ഒരു സംഭവമായി പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്നതായി കാണാം. ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇത്രമേൽ മാതാക്കൾക്ക് നമ്മോട് സ്നേഹമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ ഒരു മകനെ കാത്തിരുന്ന് എല്ലാ ദിവസവും ആ മകന് ഭക്ഷണം തയ്യാറാക്കി മേശപ്പുറത്ത് വെച്ച് കടന്നുറങ്ങുന്ന ഒരു മാതാവുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് നാട് വിട്ടുപോയ മകൻ തിരിച്ചു വന്ന് ഡോറിൽ മുട്ടുന്നു. ഉമ്മ ഡോറ് തുറന്നു കൊടുത്ത ശേഷം, മോനെ, നിനക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് ആഗ്രഹിച്ചിട്ട് ഉറങ്ങിക്കോ എന്ന് പറയുന്ന ഒരു മാതാവിനെ നമുക്ക് പരിചയമുണ്ട്. മകൻ അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ ഞാൻ ഇന്ന് തിരിച്ചെത്തുമെന്നും എനിക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ മാതാവ് പറയുന്നത്, നീ പോയ ശേഷം എല്ലാ രാത്രിയിലും നിനക്കുള്ള ഭക്ഷണം ഒരുക്കി വെച്ച് അവൻ ഇന്ന് വരും എന്ന് വിചാരിച്ച് നീ പോയ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ഉമ്മയുടെ, ഒരു മാതാവിന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു സംഭവമാണത്. ഇങ്ങനെ മാതാക്കൾക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനം ഖുർആൻ പറയുന്നത്, ഹദീസുകളിൽ പറയുന്നത്, ഒന്ന് മാതാവിന്റെ ഗർഭകാലമാണ്. ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരു അമ്മ കുഞ്ഞിനെ ഗർഭം പേറുന്നത്, ഗർഭം ചുമക്കുന്നത്. സാധാരണ പറയാറുണ്ട്, നമുക്ക് ഒരു കല്ല് ഇങ്ങനെ എത്ര നേരം ഇങ്ങനെ കൈ താഴ്ത്താതെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയും? അധിക നേരം കഴിയില്ല, നമ്മളെ കഴിയുന്ന തഴച്ചിലുണ്ടാകും. എന്നാൽ ഏറെക്കുറെ ഒരു 10 മാസക്കാലം ഇത്രയും ഒരു ഭാരം ചുമന്ന് ഒരു ഉമ്മ നമ്മെ ഗർഭം ചുമന്ന് പ്രയാസപ്പെടുകയാണ്. ആ പ്രയാസത്തിൽ പിതാവിനൊരു പങ്കുമില്ല. ആ ഗർഭം ചുമക്കുന്നതിന്റെ പ്രയാസം മാതാവ് മാത്രം സഹിക്കേണ്ടതാണ്. പ്രസവവേദന, എല്ല് നുറുങ്ങിപ്പോകുന്ന വിധത്തിലുള്ള വേദനയുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അസഹ്യമായ വേദന. പ്രസവശേഷം പിന്നെയുള്ള 2 വർഷക്കാലത്തെ മുലയൂട്ടൽ, ഇതെല്ലാം ആ മാതാവ് സഹിച്ചത് കൊണ്ടാണ് മാതാവിന് കുഞ്ഞുങ്ങളോട് ഇത്രമേൽ സ്നേഹമുണ്ടാകുന്നത് എന്നാണ്. ത്യാഗം സഹിച്ചതിൽ നിന്നാണ് ഈ സ്നേഹം വളർന്ന് പന്തലിക്കുന്നത് എന്നർത്ഥം. കഠിനാധ്വാനം ചെയ്ത് വളർത്തിയുണ്ടാക്കുന്ന മക്കളോട് അതിരറ്റ സ്നേഹമുണ്ടാകുന്നതിന്റെ യഥാർത്ഥ കാരണം തേടി നമ്മൾ പോയാൽ ഏറ്റവും പ്രധാനം, ഒരു ഉമ്മയുടെ മനസ്സിൽ അല്ലാഹു തആല അങ്ങനെ ഒരു സ്നേഹം സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന കാരണം മാറ്റിവെച്ചാൽ അതുണ്ട്. അതിന് പുറമേ ഉള്ള 3 പ്രധാന കാരണങ്ങളാണ് ഗർഭം, പ്രസവം, മുലയൂട്ടൽ. ഈ 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പിതാവിനോടുള്ള ബാധ്യതയേക്കാൾ മാതാവിനോടുള്ള കടപ്പാട് നമുക്കുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നവരായാലും അവർ മരണപ്പെട്ടു പോയവരായാലും അവരോടുള്ള കടപ്പാടുകൾ നമുക്കുണ്ട്. മരണത്തോടുകൂടെ ബന്ധങ്ങൾ അവസാനിക്കുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ ഏറ്റവും നല്ല രീതിയിൽ സഹവസിക്കേണ്ടത്, എന്റെ ഏറ്റവും നല്ല സഹവാസത്തിന് ഏറ്റവും അർഹനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത്, ഉമ്മുക്ക്, നിന്റെ മാതാവാണ്. സുമ്മമൻ, അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? റസൂലുള്ള പറഞ്ഞു, വീണ്ടും നിന്റെ ഉമ്മ തന്നെയാണ്. മൂന്നാമതാരാണ്? മൂന്നാമതും നിന്റെ ഉമ്മയാണ്. പിന്നെ ആരാണ്?
സുമ്മ അബൂക്ക്, നാലാമതാണ് നിന്റെ പിതാവ് പോലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. വാപ്പയേക്കാൾ 3 പടി മേലെയാണ് ഉമ്മയോടുള്ള ബാധ്യത എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അതിന്റെ ഈ ദറജയിലെ വ്യത്യാസത്തിന്റെ കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയെ പോലെയുള്ള ഇബ്നു ബത്വാൽ, ഇവരൊക്കെ ഹദീസ് പണ്ഡിതന്മാരാണ്. അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ 3 കാര്യങ്ങളാണ്. ഈ ഒരു പ്രയാസത്തെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് മക്കളോടുള്ള മാതാപിതാക്കളുടെ വിഷയത്തിൽ മക്കൾ കാണിക്കേണ്ട ശ്രദ്ധയും ബാധ്യതയും ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ അതിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവ് സഹിച്ച പ്രയാസത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മാതാക്കളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇതാ പ്രത്യേകമായ ശക്തമായ വസിയ്യത്ത് നൽകുന്നു, അത് നിങ്ങൾ ഗൗനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പലയിടങ്ങളിലും കാണാം മാതാവ് സഹിച്ചിട്ടുള്ള പ്രയാസങ്ങൾ എടുത്തുധരിച്ച് അവരോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. മാതാവ് സഹിച്ച വേദന മനസ്സിലാക്കിയാൽ അവരോടുള്ള ബാധ്യതയുടെ ആഴവും പരപ്പും നമുക്ക് ബോധ്യപ്പെടുമെന്നത് കൊണ്ടാണ് ആ ഒരു ശൈലി വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞു, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ വിഷയത്തിൽ മനുഷ്യർക്ക് ഞാനിതാ ശക്തമായ വസിയ്യത്ത് നൽകുന്നു. എന്നിട്ട് മാതാവിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, അവന്റെ മാതാവ് അവനെ പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച് ഗർഭം ചുമന്നു. വഫിസ്വാലുഹു ഫീ ആമൈൻ, 2 വർഷക്കാലമാണ് ആ കുഞ്ഞിന്റെ മുലയൂട്ടൽ കാലം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അനിഷ്കുറുലി, നീ എന്നോട് നന്ദി കാണിക്കണം, വലി വാലിദൈക്, നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം. ഇലയ്യൽ മസ്വീർ, എന്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടങ്ങി വരവ് എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആനിൽ പലയിടങ്ങളിലും തൗഹീദിനെ കുറിച്ച് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന കാര്യത്തോട് ചേർത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്ന് കൂടിയാണ്. അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളിൽ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത്, ബാധ്യതയുള്ളത് മാതാപിതാക്കളോടാണ്, അതിൽ തന്നെ മാതാവിനോടാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഭാര്യ മാതാവ് പോലും ഈ വിധത്തിലുള്ള ഒരു പദവിയിലേക്ക് എത്തുന്നു ഏറെക്കുറെ എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭാര്യയുടെ മാതാവ് നമ്മുടെ ഉമ്മയുടെ സ്ഥാനം തന്നെയാണ്. അവർ നമുക്ക് ആജീവനാന്ത മഹറമാണ്. അവർക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യാം. ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ പോലും ഈ ബന്ധം നിലനിൽക്കും. ഒരാൾ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാലും ഭാര്യയുടെ മാതാവിന് ഈ ആദ്യത്തെ മരുമകന്റെ കൂടെ യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല, ഹജ്ജിന് പോകുന്നതിന് വിരോധമില്ല, യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല. ഒരു ഉമ്മയുടെ സ്ഥാനം പോലെ തന്നെയാണ്. അവർക്ക് പോലും ആ സ്ഥാനം ദീൻ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തം നമ്മൾ പ്രസവിച്ച മാതാവിനോ അതിന്റെ സ്ഥാനവും മഹത്വവും പിന്നെ ഏറെ പറയേണ്ടതില്ല. മഹാനായ ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഇത് സംബന്ധമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് മാതാവിനോടുള്ള കടപ്പാടിന്റെ ആഴം ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്തു വന്നതായി കാണാം. ഒരാള് തന്റെ മാതാവിനെ ചുമലിലേറ്റി എങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഉമ്മയെ തന്റെ പുറത്ത് ഇരുത്തിയിട്ട് കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. തവാഫൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയോട് ഈ മകൻ വന്ന് ചോദിക്കുകയാണ്, എന്റെ ഉമ്മയെ പുറത്തേറ്റി ഞാനിങ്ങനെ തവാഫ് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? ഇതുവഴി ഞാൻ എന്റെ മാതാവിനോടുള്ള കടപ്പാട് നിർവഹിച്ചവനാകുമോ എന്ന് ചോദിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഒരിക്കലുമില്ല. നീ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും
ഇതൊന്നും മാതാവിനോടുള്ള കടപ്പാട് നിറവേറ്റുന്നതിന്റെ ഒരു ഭാഗം പോലുമല്ല. അവർ നിന്നെ പ്രസവിച്ച സമയത്ത് ഒരുപാട് ഊർധ്വശ്വാസം വലിച്ചിട്ടുണ്ട്. വേദന സഹിക്കാൻ വയ്യാതെ ഊർധ്വശ്വാസം ഒരുപാട് അവർ വലിച്ചിട്ടുണ്ട്. ആ ഊർധ്വശ്വാസങ്ങളിൽ ഒന്നിനു പോലും ഇത് തുല്യമല്ല, അതിന് ഒന്നിനു പോലും ഇത് പകരമാകില്ല എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യമനിൽ ജീവിച്ചിരുന്ന വലിയ ഒരു മഹാനുണ്ടായിരുന്നു, ഉവൈസുൽ ഖറനി എന്ന് പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. പക്ഷേ അദ്ദേഹത്തിന് നബിയുടെ അടുത്തേക്ക് വരണം, നബിയെ കാണണം, സ്വഹാബിയാകണം എന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഉമ്മ വിലക്കി, നീ ഇത്രയും ദൂരം യമനിൽ നിന്ന് മദീനയിലേക്ക് പോയി അവിടെ നിന്ന് പോയി റസൂലിനെ കണ്ട് തിരിച്ചു വരിക എന്നുള്ളത് എനിക്ക് പ്രയാസമുണ്ടാകും, അതുകൊണ്ട് നിന്റെ സാന്നിധ്യം എനിക്കിവിടെ ആവശ്യമാണ്, അതുകൊണ്ട് നീ പോകരുത് എന്ന് പറഞ്ഞപ്പോ ഉവൈസുൽ ഖർനി സ്വഹാബിയാകാൻ കിട്ടുന്നൊരവസരം അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ഉമ്മക്ക് ബിർറ് ചെയ്യാൻ, ഉമ്മക്ക് പുണ്യം ചെയ്തു കൊടുക്കാൻ അദ്ദേഹം ഉമ്മയുടെ വാക്കിന് മുൻഗണന നൽകി. അദ്ദേഹം യമനിൽ തന്നെ നിന്നു. മാതാവിനോട് അദ്ദേഹം അങ്ങേയറ്റം ബിർറ് പുണ്യം ചെയ്ത് അവിടെ തന്നെ കഴിച്ചു കൂട്ടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉവൈസുൽ ഖറനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ മക്കയിൽ മദീനയിൽ വരുമ്പോ അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളൊക്കെ റസൂൽ പറഞ്ഞു, അടയാളങ്ങളൊക്കെ റസൂൽ പറഞ്ഞു കൊടുത്തു. ആ മഹാൻ മദീനയിൽ വരുമ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് റസൂൽ പറയാൻ, അദ്ദേഹം മദീനയിൽ വരുമ്പോ അദ്ദേഹത്തെ കണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. ഉമർ റളിയല്ലാഹു തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ്, സ്വഹാബിയാണ്. അദ്ദേഹത്തോട് നബി പറയുന്നത്, താങ്കൾ ഉവൈസുൽ ഖറനി എന്ന് പറയുന്ന മഹാനോട് നിങ്ങളുടെ പാപം പുറത്തു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം എന്ന് പറയുന്നു. അതുകൊണ്ട് യമനിൽ നിന്ന് ഏതൊരു സംഘം വന്നാലും മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സംഘത്തിൽ ഉവൈസുൽ ഖറനി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അവസാനം കണ്ടെത്തുകയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉവൈസുൽ ഖറനിയോട് ആവശ്യപ്പെട്ട സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ബുഖാരി എന്നൊക്കെ പ്രത്യേകം പറയാൻ കാരണം ഇതൊരു കെട്ടുകഥയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. അദ്ദേഹം മുസ്തജാബു ദഅവ, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു വലിയ മഹാനായി അദ്ദേഹം മാറിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അഥവാ അല്ലാഹു സത്യം എന്ന് പറഞ്ഞിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൗലൽ ജിഹാദു ഫീ സബീലില്ലാഹ് വൽ ഹജ്ജു വബിർറു ഉമ്മി ലഅഹ്ബബ്തു അൻ നമൂത വഅന മംലൂക്. അല്ലാഹുവിന്റെ മാർഗത്തുള്ള ധർമ്മസമരം, ഹജ്ജ്, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്ന സുഹൃതങ്ങൾ, ഈ ഒരു 3 കാര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരാളുടെ അടിമയായി ജീവിച്ച് മരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു മുസ്ലിമിന്റെ കീഴിൽ അയാളുടെ അടിമയായി ജീവിച്ച് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിൽ അടിമത്തം എന്ന് പറഞ്ഞാൽ വളരെ വലിയ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അടിമത്തം അംഗീകരിക്കുന്ന ദീനാണെന്ന് പറഞ്ഞ് അതിനെ അവമതിക്കുന്ന, അതിനെ നിസ്സാരമായി കാണുന്ന, അതിനെ വികൃതമായി ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ ചില ആളുകളിലും ഇത്തരം സംഭവങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അടിമത്തം എന്ന് നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു അടിമത്തമല്ല ഇസ്ലാമിനുള്ളത്, വേറെ വിഷയമാണ്. ഇവിടെ ഉമർ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നത്, എനിക്ക് ഒരാളുടെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കീഴിൽ അയാളുടെ അടിമയായി അയാൾക്ക് സേവനം ചെയ്ത് ജീവിക്കാനുള്ള ആ ആഗ്രഹത്തിന്റെ മുമ്പിലുള്ള തടസ്സം ഏറ്റവും പ്രധാനപ്പെട്ട 3 പുണ്യകർമ്മങ്ങളാണ്. ഒന്ന്, ഞാൻ ഒരാളുടെ കീഴിൽ അടിമയായാൽ എനിക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ കഴിയില്ല.
യജമാനന്റെ സമ്മതം വേണ്ടി വരും. എനിക്ക് ഹജ്ജിന് പോകാൻ കഴിയില്ല, യജമാനന്റെ സമ്മതം വേണ്ടി വരും. മഹാനായ ഇമാം നബവി റഹിമഹുല്ലാ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അതിന് നൽകിയ വ്യാഖ്യാനത്തിൽ പറയുന്നത്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മ മരിക്കുന്നത് വരെ ഹജ്ജിന് പോയിട്ടില്ല എന്ന്. ഉമ്മ മരിക്കുന്നത് വരെ ഹജ്ജിന് പോയിട്ടില്ല. അതെ, ഉമ്മക്ക് ബിർ ചെയ്യാൻ വേണ്ടി അവിടെ നിന്നു. അത് സുന്നത്തായ ഹജ്ജാണ്, ഫറലായ ഹജ്ജല്ല. സുന്നത്തായ ഹജ്ജ്, ഫറലായ ഹജ്ജ് അദ്ദേഹം നേരത്തെ നിർവഹിച്ചിട്ടുണ്ട്. സുന്നത്തായ ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടും അതിനേക്കാൾ അദ്ദേഹം ഊന്നൽ നൽകിയത് തന്റെ ഉമ്മക്ക് പുണ്യം ചെയ്തു കൊടുക്കാനാണ്. അത്രമേൽ വലിയ പ്രാധാന്യം മാതാവിന് പുണ്യം ചെയ്ത് കൊടുക്കുന്നതിൽ അവർ കണ്ടിരുന്നു എന്നതാണ് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. അവസാനമായി ഗുഹയിൽ കുടുങ്ങിയ മൂന്നാളുകളുടെ സംഭവം നമുക്കറിയാം. ഒക്കെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട നമ്മൾ ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യമാണ്. ഗുഹയിൽ കുടുങ്ങിയ മൂന്നാളുകളുടെ സംഭവം നമുക്ക് അത് വിശദമായി പറയുന്നില്ല. 3 പേര് ഒരു യാത്രയിൽ ഗുഹയിൽ അകപ്പെട്ടു. ഒരു വലിയ കല്ല് വന്ന ഗുഹാമുഖം അടച്ചു കളഞ്ഞവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത വിധം അവരിൽ അകപ്പെട്ടപ്പോൾ അവർ തീരുമാനിച്ചു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പുണ്യകർമ്മം എടുത്തു പറഞ്ഞ് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദീൻ അനുവദിച്ച തവസ്സുലാണ്. ദീൻ അനുവദിച്ച തവസ്സുലുമുണ്ട്, ദീൻ വിരോധിച്ച തവസ്സുലുമുണ്ട്. തവസ്സുൽ എന്ന് കേൾക്കുമ്പോഴേക്ക് കാടടച്ച് വെടിവെക്കരുത്, അത് മൊത്തം ബിദ്അത്താണെന്ന് പറയരുത്. തവസ്സുലിൽ മശ്റൂആയ തവസ്സുലുമുണ്ട്, മംനൂആയ തവസ്സുലുമുണ്ട്. ദീൻ അനുവദിച്ചതുമുണ്ട്, വിരോധിച്ചതുമുണ്ട്. ദീൻ അനുവദിച്ചിട്ടുള്ള തവസ്സുൽപ്പെട്ടതാണ് നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ 3 പേർ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് അവർ അകപ്പെട്ട വിപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതിലൊരാൾ പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, എനിക്ക് വയോവൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അവരെ പരിഗണിച്ച ശേഷമേ ഞാൻ എന്റെ ഭാര്യയെയും മക്കളെയും പരിഗണിക്കാറുള്ളൂ. അവർക്ക് ഭക്ഷണം നൽകിയ ശേഷമേ ഞാൻ എന്റെ മക്കൾക്കും കുടുംബത്തിനും ഭക്ഷണം നൽകാറുള്ളൂ. ഒരിക്കൽ ഞാൻ എന്റെ മൃഗങ്ങൾക്ക് വേണ്ടി പുല്ലും വെള്ളവും ഒക്കെ തേടിപ്പോയി. രാത്രി വളരെ വൈകിയാണ് വീട്ടിലേക്ക് എത്താൻ സാധിച്ചത്. വീട്ടിലെത്തിയപ്പോഴേക്കും എന്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിരുന്നു. അവർക്കുള്ള പാല് കറന്നെടുത്ത് ആ പാൽപാത്രവുമായി ഉണരുന്നത് വരെ ഞാൻ കാത്തിരുന്നു. വളരെ വൈകിയാണ് അവർ ഉണർന്നത്. എന്റെ കുഞ്ഞുങ്ങൾ വിശപ്പ് സഹിക്കാതെ അവരെന്റെ ചുറ്റുമിരുന്ന് അവർ കരയുന്നുണ്ട്. അതൊന്നും ഞാൻ ഗൗനിച്ചില്ല. എന്റെ പതിവ് ഞാൻ തെറ്റിച്ചില്ല. മാതാപിതാക്കൾക്ക് ആദ്യം നൽകിയ ശേഷം മക്കൾക്ക്. അങ്ങനെ വളരെ വൈകി മാതാപിതാക്കൾ ഉണർന്ന് പാല് കുടിച്ച ശേഷമാണ് ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം നൽകിയത്. ഇത് ഞാൻ ചെയ്തത് നിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം, സവാബ് ഉദ്ദേശിച്ച് മാത്രമാണ്. അത് മുൻനിർത്തി ഇതാ ഞാൻ നിന്നോട് ഞങ്ങളുടെ അകപ്പെട്ട ഈ വിപത്തിൽ നിന്ന് മോചനം നൽകാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുഹാമുഖത്ത് ചേർന്നിട്ടുള്ള ആ കല്ല് അല്പം നീങ്ങിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇത്രമേൽ മാതാപിതാക്കൾക്ക് പരിഗണന നൽകിയിരുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ. അതിനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം നേരത്തെ പറഞ്ഞ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മാതാവ് നമ്മെ വളർത്തുന്നതിലും വലുതാക്കുന്നതിലും അവർ സഹിച്ചിട്ടുള്ള പ്രയാസത്തെക്കുറിച്ചും ത്യാഗത്തെ സംബന്ധിച്ചും തികഞ്ഞ അവബോധം ഈ മക്കൾക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രമേൽ വലിയ പുണ്യകർമ്മം ചെയ്യാൻ, ഇത്രമേൽ മാതാക്കളെ സേവിക്കാൻ, അവർക്ക് സേവനം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ഈ വിധത്തിൽ പെരുമാറുന്നത് കണ്ട് വേണം നമ്മുടെ മക്കൾ വളരാൻ. ഒരു ഉമ്മയോട് വാപ്പയോട് എങ്ങനെ പെരുമാറണം
എങ്ങനെയാണ് അവർക്ക് ബിർറ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് കുട്ടി പഠിക്കേണ്ടത് മദ്രസ പാഠപുസ്തകത്തിൽ നിന്ന് മാത്രമല്ല. അത് പഠിക്കേണ്ടത് അവന്റെ വീടിന്റെ അകത്തളത്തിൽ നിന്നാണ്. നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത് നമ്മുടെ മക്കൾ കണ്ടു വളരണം. അതിനുള്ള സാഹചര്യവും ചുറ്റുപാടും ഉണ്ടാകണം. അതല്ല എങ്കിൽ നമ്മൾ അവരെ അവഗണിച്ചും അവരെ പരിഗണിക്കാതെയും പോകുകയാണ് എങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് ഇരട്ടി അവഗണന നമുക്ക് കിട്ടും. കൊടുത്തതിനേക്കാൾ തിരിച്ചു കിട്ടും, ദുന്യാവിൽ തന്നെ കിട്ടും. ഇത് ചരിത്രമാണ്, വസ്തുതയാണ്, പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം നമ്മുടെ മനസ്സിൽ സജീവമായി ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, കുട്ടികളെ നഷ്ടപ്പെട്ടാൽ അതിലുള്ള വേദന, പ്രത്യേകിച്ച് മാതാവിന്റെ വേദന ഒരാൾക്കും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ സ്കൂൾ വിട്ട് തിരിച്ചെത്തുന്നൊരു കുട്ടി 6, 7, 8 സമയമായിട്ടും കുട്ടി തിരിച്ചെത്തുന്നില്ലെങ്കിൽ വൈകുന്തോറും മാതാവിന്റെ നെഞ്ചെടുപ്പ് കൂടും, പ്രയാസങ്ങൾ കൂടും. ഒരുപക്ഷെ അവർ തളർന്നു വീഴും, ബോധരഹിതയായി വീഴും. ഇത് ദുന്യാവിൽ ഒരു മകളെ നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന വേദനയാണ്. എന്നാൽ പരലോകത്ത് മക്കൾ നഷ്ടപ്പെടുന്ന ഒരു വേദനയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് സുമറിന്റെ 15 അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. യഥാർത്ഥ നഷ്ടകാരികൾ സ്വന്തത്തെയും കുടുംബത്തെയും യൗമുൽ ഖിയാമയിൽ നഷ്ടപ്പെടുന്നവരാണ്. എനിക്ക് എന്റെ എന്റെ മക്കൾ നഷ്ടപ്പെടുക, മക്കൾക്ക് എന്നെ നഷ്ടപ്പെടുക. അത് പല രീതിയിൽ വരും. ഒന്നുകിൽ 2 കൂട്ടരും നരകത്തിൽ, അപ്പോഴും മക്കളെയും സ്വന്തത്തെയും നഷ്ടപ്പെടുത്തിയവരായി. അല്ലെങ്കിൽ മക്കൾ സ്വർഗത്തിൽ, മാതാപിതാക്കൾ നരകത്തിൽ. അങ്ങനെ വന്നാലും നഷ്ടപ്പെടുന്ന ഗണത്തിൽ വരും. ഇതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് ഖുർആൻ പറയുന്നു. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അതാണ് ഏറ്റവും സ്പഷ്ടമായ നഷ്ടം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു നഷ്ടകാരികളുടെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കേണ്ടുന്നൊരു കാലമാണ്. അതീവമായ ജാഗ്രതയും ശ്രദ്ധയും ഇക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ ഈ പറയുന്ന നഷ്ടകാരികളിൽ നമ്മൾ ഉൾപ്പെടുമെന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. കാരണം കാലം അങ്ങനെയാണ്. കാലം ഓരോ ദിവസവുമല്ല, ഓരോ മണിക്കൂറും പിന്തിരിയുന്നോറും പിന്നിട്ടു പോകുന്തോറും ഫിത്നയുടെ ആഴവും കട്ടിയും ഘനവും വർദ്ധിച്ചു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് നമുക്ക് മനഃപ്പാഠമാണ്. രാവിലെ മുസ്ലിമായ ഒരു വ്യക്തി വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറായി പോയിട്ടുണ്ടാകും. വൈകുന്നേരം മുസ്ലിമായ ഒരാള് അയാള് രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായി പോകുന്നൊരവസ്ഥ, ആ വിധത്തിലുള്ള ഫിത്നകൾ ഉണ്ടാകും. പരസ്യമായ ആളുകൾ വ്യഭിചരിക്കും, മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ. അന്ന് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, പൊന്നാര മനുഷ്യന്മാരെ, നിങ്ങൾ ഇവിടെ ഈ നടുറോട്ടിൽ ഇത് ചെയ്യല്ലെന്ന് മാറിപ്പോ എന്ന് പറയുന്നവനായിരിക്കും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആള്. പിന്നെ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഞാൻ ആലോചിക്കാവുന്നത്. ആ വിധത്തിലുള്ള ഫിത്നകളും കുഴപ്പങ്ങളും തടച്ചു വളരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മദ്യപാനം വർദ്ധിക്കും, ലഹരി വർദ്ധിക്കും. ഒരു വിശദീകരണം ആവശ്യമില്ല. റസൂലുള്ളാഹി അന്ത്യനാളിന്റെ അടയാളമായി പറഞ്ഞ കാര്യമാണ് ലഹരിയുടെ വർധനവ്, അതിന്റെ ഉപയോഗം അത് വർദ്ധിക്കും. ഇങ്ങനെ ഒരുപാട് ഫിത്നകൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇതിനൊക്കെയുള്ള ഏറ്റവും കുറ്റമറ്റ പരിഹാരം എന്ന് പറയുന്നത് ധാർമ്മികമായ മതത്തിന്റെ പടച്ചട്ട അണിയുക എന്നതല്ലാതെ വേറൊരു പരിഹാരം ഇതിനില്ല. നിയമപാലകർക്കോ മറ്റുള്ള ആളുകൾക്കോ ഇതിനെ കാര്യമായി ഇതിൽ നിന്ന് ആളുകൾക്ക് മോചനം നൽകാൻ കഴിയില്ല. കൃത്യമായും ഇതിനൊരു മോചനവും പരിഹാരവും ഉണ്ടാക്കാൻ കഴിയുന്നത് ദീനി അധ്യാപനങ്ങൾക്ക് മാത്രമാണ്. ധാർമ്മികമായ ബോധമുളവാക്കുക എന്നതല്ലാതെ ഇതിന്റെ ഒരു പരിഹാരമില്ല. അദൃശ്യമായ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വിധാനത്തിലേക്ക് മക്കളെ വളർത്താനും ഉയർത്തുവാനും സാധിക്കുക എന്നതല്ലാതെ ഇതിന് കുറ്റമറ്റൊരു പരിഹാരമില്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. മുമ്പൊക്കെ വിവാഹാന്വേഷണം നടത്തുമ്പോൾ ആളുകള് അവന്റെ സാമ്പത്തിക ശേഷി, അവൻ ഗൾഫുകാരനാണോ, സർക്കാർ ഉദ്യോഗമുണ്ടോ, അതിന്റെ സാമ്പത്തിക ഭദ്രത, ഇതൊക്കെയായിരുന്നു മുമ്പ് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നതും ഹൈലൈറ്റ് ചെയ്തിരുന്നതുമൊക്കെ. ഇന്നതല്ല, ഇതൊന്നും വേണ്ട. 5 നേരം നിസ്കരിക്കുകയും ധാർമ്മികമായ ചുറ്റുപാടും ബോധമുള്ള ഒരാളായാൽ മതി. അവന് വിദ്യാഭ്യാസം തന്നെ വേണമെന്നില്ല, കുടിലോ വീടോ വേണമെന്നില്ല. ഈ പറയപ്പെട്ട അവസ്ഥയുണ്ടായാൽ മതി എന്നൊരവസ്ഥയിലേക്ക് ആളുകൾ മാറി ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ മാറി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അത്രമേൽ ഫിത്തന ഇവിടെ തഴച്ചു വളരുന്നു എന്നതിന്റെ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള കെണികളിൽ, ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള നല്ല സൊല്യൂഷൻ, പരിഹാരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ തുറന്നു പറയാം, പെരിന്തൽമണ്ണയിലെ വളരെ സജ്ജീകരിക്കപ്പെട്ട, വളരെ സൗകര്യത്തോടുകൂടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവർക്ക് ധാർമ്മികമായ ബോധം നൽകുവാൻ ആവശ്യമായ ഏറ്റവും നല്ല ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും അതിനുള്ള യാത്രാ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മക്കളെയും അവിടെ എത്തിക്കാനുള്ള എല്ലാ അധ്വാനങ്ങളും നടത്തേണ്ടതാണ്. ഇതൊരു സംഘടനയുടെ വളർച്ചക്കോ അതിന്റെ മൈലേജ് കൂട്ടാനോ വേണ്ടി മെമ്പർ ഉപയോഗപ്പെടുത്തുകയല്ല. നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ഒരു പരിഹാരത്തെ കുറിച്ച് നിങ്ങൾ സജീവ ശ്രദ്ധയിൽ ഉണ്ടാകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. നസീഹത്തല്ലാതെ ഇതിന്റെ പിന്നിൽ വേറൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. ഒരു 175 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ ആ ഒരു യാത്ര തന്നെ പുണ്യകരമായ ഒരു യാത്രയാണ്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഉപദേശം, ഏതെങ്കിലും ഒരു ഫ്ലക്സിൽ എഴുതി വെച്ചിട്ടുള്ള ആയത്തോ ഹദീസോ ചരിത്രമോ പണ്ഡിത വചനമോ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകാൻ നിശ്ചയിച്ച സമയം ഒരുപക്ഷെ അതായിരിക്കാം. ഏതായിരുന്നാലും നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുക. എല്ലാ ബാധ്യത നിർവഹിച്ചു, അല്ലാഹുവേ ഞാൻ എന്റെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അല്ലാഹുവിന് മുമ്പിൽ കാരണമെങ്കിലും പറയാമല്ലോ. ഞാൻ എന്റെ മക്കളോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കതിനെ കുറിച്ച് തിരുത്താനുള്ള ഇൽമ് എനിക്കില്ല. പക്ഷേ ആ ഒരു ഇൽമുള്ള ഇടത്തേക്ക് എന്റെ മകളെ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെങ്കിലും പറഞ്ഞ് നമുക്ക് അല്ലാഹുവിന് മുമ്പിൽ ഉദ്റ് ബോധിപ്പിക്കാനെങ്കിലും ഉണ്ടാകും. അതല്ല അലംഭാവവും അശ്രദ്ധയും നിസ്സാരമായി കാണലുമാണ് എങ്കിൽ നമ്മൾ ഏറെ ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ്. നമ്മുടെയും മക്കളുടെയും പര്യവസാനവും മക്കളെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ആ നഷ്ടകാരികളിൽ അകപ്പെട്ടു പോകുന്നൊരവസ്ഥയും ഉണ്ടാകുമെന്നുള്ള സജീവമായൊരു ബോധയും ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ഈ ഒരു മേഖലയിൽ ഉണ്ടാവേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.